കോൺഗ്രസിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? വിശദമായ വിവരങ്ങളിലേക്ക് കടന്നാൽ റോഷി ബാലും ആദിൽ പാലോടും ചേരുകയാണ്. ആദ്യം റോഷി ബാലിലേക്ക്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശശി തരൂർ കോൺഗ്രസിന് തലവേദനയാകുന്നു. നരേന്ദ്രമോദി പ്രശംസകളിലൂടെ തരൂരിന്റെ ലക്ഷ്യം പാർട്ടിയിൽ രക്തസാക്ഷി പരിവേഷമെന്ന് ഒരു വിഭാഗം നേതാക്കൾ. തരൂരിനെതിരെ നടപടി വൈകുന്നതിലും അമർഷം. പാർട്ടിയെ വെല്ലുവിളിച്ച് തരൂരിനെ സംരക്ഷിക്കരുതെന്നാണ് നേതാക്കളുടെ നിലപാട്. റോഷിവാൽ ചേരുന്നു വിശദാംശങ്ങളുമായി. റോഷിവാൽ, ഇതിപ്പോൾ ശശി തരൂരിനെ ചുറ്റിപ്പറ്റിയാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ദിവസങ്ങളോളമായി നടന്നുവരുന്നത്. ശശി തരൂരിന്റെ എഴുത്തുകൾ, പരാമർശങ്ങൾ, നിരീക്ഷണങ്ങൾ ഇതെല്ലാം കോൺഗ്രസിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, ഒരു നടപടി ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തിൽ പാർട്ടിക്കകത്തു നിന്ന് തന്നെ പല അമർഷങ്ങളും പുകഞ്ഞ് പൊന്തുന്ന സാഹചര്യത്തിൽ ഈ വിവാദങ്ങളെല്ലാം ഇപ്പോൾ എങ്ങനെ മുന്നോട്ടു പോകുന്നു? കോൺഗ്രസിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? റോഷിവാൽ. റോഷ്നി, ശശി തരൂർ കുറെ ദിവസങ്ങളായി കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയങ്ങളെ വെല്ലുവിളിച്ച് മുന്നോട്ടു പോവുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങളൊന്നും മാനിക്കാതെയാണ് തരൂർ പരസ്യമായി പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നത്. ഏതായാലും ഈ സാഹചര്യത്തിലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും മൌനം പാലിക്കുന്നു എന്നാണ് ശ്രദ്ധ. പക്ഷേ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ അങ്ങനെയല്ല. മൌനം പാലിക്കാനുള്ള നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് ശശി തരൂരിനെതിരെ ആഞ്ഞടിക്കുകയാണ്. കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾക്ക് വലിയ അസംതൃപ്തിയുണ്ട്. കാരണം തിരുവനന്തപുരം MP കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂർ പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾ ഒന്നൊന്നായി വെല്ലുവിളിക്കുമ്പോൾ, അതിനെ വിമർശിച്ച് രംഗത്തെത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ് ഇവരെ ശക്തമായ വിമർശനത്തിന് പ്രേരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. ശശി തരൂർ ലക്ഷ്യമിടുന്നത് കോൺഗ്രസിന് പുറത്തേക്കുള്ള വഴിയാണ് എന്ന ഒരു സംശയവും കോൺഗ്രസിന്റെ എല്ലാ നേതാക്കൾക്കുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുരളീധരൻ തരൂർ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ പോകട്ടെ, ഉണ്ടെങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയുടെ നിലപാടനുസരിച്ച് പ്രവർത്തിക്കണം, ഉത്തരവാദിത്തപ്പെട്ട ചുമതല നിർവഹിക്കണം. ആ ഒരു നിലപാട് തന്നെയാണ് കോൺഗ്രസിന്റെ എല്ലാ സംസ്ഥാന നേതാക്കൾക്കുമുള്ളത്. പക്ഷേ അവരാരും തൽക്കാലത്തേക്ക് പരസ്യമായി ഒന്നും പറയുന്നില്ല എന്ന് മാത്രം. ഏതായാലും നേതാക്കൾ എല്ലാവരും അസംതൃപ്തരാണ്. ഒരുപക്ഷെ UDFന്റെ പല പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ, കഴിഞ്ഞ ദിവസം നമ്മൾ ഷിബു ബേബി ജോണിന്റെ പ്രതികരണം കണ്ടതാണ്. അങ്ങനെ എല്ലാവരും അസംതൃപ്തരാണ്. തരൂരിന്റെ ലക്ഷ്യം എന്താണെന്ന് തരൂരോ തരൂരിന്റെ ക്യാമ്പോ ഇപ്പോഴും വ്യക്തമാക്കുന്നില്ല. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ അവർ ഊഹിക്കുകയാണ് തരൂർ ലക്ഷ്യമിടുന്നത് പുറത്തേക്കുള്ള വഴി തന്നെയെന്ന്. ഏതായാലും ഇനിയും തരൂർ സമാനമായ നിലപാട് ഉയർത്തി കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനിയും BJP അനുകൂലിച്ച് അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പ്രശംസിച്ച്, മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ചൊക്കെ ഇനിയും രംഗത്ത് വരും. ഒപ്പം തന്നെ ഈ സർക്കാരിനെ, കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയൊക്കെ നേരത്തെ പലവട്ടം പുകഴ്ത്തിയതാണ്, ഇനിയും പുകഴ്ത്തും. ആ ഘട്ടത്തിലൊക്കെ സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വം വെട്ടിലാകും. കോൺഗ്രസിന് തരൂർ എന്നും ഒരു തലവേദനയായി തന്നെ മാറുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ്, തരൂർ ഈ നിലപാട് തുടർന്നാൽ പാർട്ടി, കോൺഗ്രസ് എന്തായിരിക്കും ഇനി ചെയ്യുക എന്നുള്ളതടക്കം വിശദമായി തന്നെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഒപ്പം BJP. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശശി തരൂർ കോൺഗ്രസ് വിടുന്നതിൽ തീരുമാനം കാത്തു BJP. മോദി സ്തുതിയിൽ തരൂരിന് BJPയിൽ പിന്തുണയേറുന്നു. തരൂരിനെ പരസ്യമായി ക്ഷണിക്കില്ല. BJP പ്രവേശമുണ്ടായാൽ കേരളത്തിൽ ഗുണം ചെയ്യുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെയും വിലയിരുത്തൽ. ആദിൽ പാലോട് ചേരുന്നു. അതിൽ BJPക്ക് ഇതിൽ വലിയ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ടോ? ശശി തരൂരിന്റെ സ്തുതി എന്ന് പറയുന്നത് അത് മോദിയെയും കേന്ദ്രത്തെയും ഒക്കെയാണ്. ഒപ്പം ഈ നെഹ്റു കുടുംബത്തെ അടക്കം തള്ളിക്കൊണ്ടും ഒളിയമ്പെയ്തുകൊണ്ടുമൊക്കെയുള്ള ഈ ഒരു ശശി തരൂരിന്റെ മുന്നോട്ട് പോക്ക്, അതിനെ BJP എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചും BJPയെ തലോടിയുമുള്ള പ്രതികരണങ്ങൾ ശശി തരൂർ തുടരുകയാണ്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഒപ്പം പല രൂപത്തിലും മോദിയെ സ്തുതിച്ചുകൊണ്ടുള്ള പ്രകീർത്തനം നടത്തുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇതിൽ BJPക്കുള്ളിൽ വലിയ പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം BJPയുടെ ദേശീയ വക്താവ് പ്രദീപ് ഭണ്ഡാരി തന്നെ റിപ്പോർട്ടർ TVയോട് സംസാരിച്ചിരുന്നു. അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം BJPയിലേക്ക് തരൂർ വരുന്നതിനുള്ള തീരുമാനം എന്ത് എന്നുള്ളതാണ്. അത് BJP നേതാക്കളാകെയും ഒരു ധാരണയിലുള്ളത് ശശി തരൂർ ഒരു തീരുമാനം എടുക്കട്ടെ ആദ്യം എന്നുള്ളതാണ്. കോൺഗ്രസിലുള്ള ഒരാളെ പരസ്യമായി BJPയിലേക്ക് ക്ഷണിക്കാൻ നേതാക്കൾ തയ്യാറാകുന്നില്ല. മറിച്ച് കോൺഗ്രസ് വിടുകയോ കോൺഗ്രസിൽ നിന്ന് ശശി തരൂരിനെ പുറത്താക്കുകയോ ചെയ്താൽ ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് പോകും എന്നുള്ളതാണ് BJP ദേശീയ നേതൃത്വം അറിയിക്കുന്നത്. സ്വാഭാവികമായും BJPയുമായി, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുമായി പല വിധത്തിലുള്ള ബന്ധം, വ്യക്തിപരമായി തന്നെ ബന്ധം പല നേതാക്കളുമായുണ്ട്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുമായി പ്രത്യേകിച്ച് ശശി തരൂരിനുണ്ട്. അതുകൊണ്ട് തന്നെ BJP പ്രവേശം വളരെ പ്രയാസകരമാകില്ല, എളുപ്പമായിരിക്കുമെന്നുള്ള വിലയിരുത്തലാണ് BJPക്ക് തന്നെ ഉള്ളത്. അങ്ങനെ ഉണ്ടായാൽ BJPയിലേക്ക് ശശി തരൂർ വരികയാണെങ്കിൽ അത് സംസ്ഥാന കോൺഗ്രസിലും പൊതുവിലും സംസ്ഥാന BJP രാഷ്ട്രീയത്തിലും പൊതുവിലും ഒരു ഉണർവുണ്ടാക്കാൻ കഴിയുന്ന ഒരു തീരുമാനമാവും.
ഗുണകരമായൊരു നീക്കത്തിലേക്ക് അത് മാറും എന്നുള്ള വിലയിരുത്തലാണ് BJP ദേശീയ നേതൃത്വത്തിനുമുള്ളത്. പക്ഷേ ഇപ്പോൾ പരസ്യമായൊരു പ്രതികരണത്തിനില്ല. ശശി തരൂർ തീരുമാനം എടുക്കട്ടെ എന്നുള്ളൊരു പ്രതികരണമാണ് ദേശീയ നേതാക്കൾ നൽകുന്നത്. ആ തീരുമാനം വന്ന ശേഷം പ്രതികരണമുണ്ടാകും. ഇത് പരമാവധി ആസ്വദിക്കുകയും പരമാവധി ആളുകളിലേക്ക് അടിയന്തരാവസ്ഥയെ വിമർശിച്ചുകൊണ്ട്, ഇന്ദിരാഗാന്ധിയെ വിമർശിച്ചുകൊണ്ട് ഒരു കോൺഗ്രസ് MP തന്നെ ലേഖനം എഴുതി. ആ ലേഖനം പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനായിരുന്നു BJPയുടെ തീരുമാനം. ആ വിധത്തിൽ ഗാന്ധി കുടുംബത്തെയും കോൺഗ്രസിന്റെ നയസമീപനങ്ങളെയും വിമർശിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയെയും പുകഴ്ത്തുകയും ചെയ്യുന്ന കോൺഗ്രസ് MPയുടെ ശശി തരൂരിന്റെ പ്രതികരണങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കാനും ആവശ്യത്തിനുള്ള പിന്തുണ നൽകുകയുമാണ് BJP ഇപ്പോൾ ചെയ്യുന്നത്. തൽക്കാലം പരസ്യമായി BJPയിലേക്ക് ക്ഷണിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസിൽ നിന്ന് പുറത്തു വരികയോ കോൺഗ്രസ് പുറത്താക്കുകയോ ചെയ്താൽ ഇക്കാര്യത്തിലൊരു പരസ്യ പ്രതികരണത്തിലേക്ക് പോകുമെന്നതാണ് BJP ദേശീയ നേതൃത്വം പറയുന്നത്. റോഷ്നി, ഓക്കെ, ആ റോഷിവാലിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ, റോഷിവാൽ നമുക്കറിയാം, നേരത്തെ റോഷിവാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തരൂർ ഇതിൽ നിന്ന്, ഈ ഒരു നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നല്ല നമ്മൾ കരുതുന്നത്. ഈ സ്തുതികൾ ഇനിയും തുടർന്നേക്കാം. അപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഒരു ശക്തമായ ഒരു നടപടി എടുക്കാത്തത്? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകൾ അടക്കം മുന്നിൽ കാണുമ്പോൾ ഒരു പ്രതിരോധം തീർക്കേണ്ടതില്ലേ? പാർട്ടിക്ക് ഇതൊരു അഭിമാന പ്രശ്നമായി മാറുന്നില്ലേ? പാർട്ടിക്കകത്ത് തന്നെ പല പുകച്ചിലും നടക്കുമ്പോൾ ഇതിനെ ചെറുത്തു നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ കോൺഗ്രസിന്. റോഷ്നി, പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഇതേ അഭിപ്രായമുണ്ട്. ശശി തരൂരിനെ പ്രവർത്തക സമിതിയിൽ നിന്നെങ്കിലും മാറ്റണമെന്നതാണ് അഭിപ്രായം. കാരണം തരൂർ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യുകയാണ്. അടിയന്തരാവസ്ഥയെ വിമർശിക്കുന്നു, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പല നയങ്ങളെയും വിമർശിക്കുന്നതിനൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നു. കേരളത്തിലെത്തി പിണറായി വിജയനൊപ്പം വേദി പങ്കിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിക്കുന്നു. അങ്ങനെ തുടങ്ങിയ നിരന്തരമായി പ്രവർത്തകരുടെ വികാരം, ആത്മാഭിമാനത്തെയൊക്കെ ചോദ്യം ചെയ്യുന്നു എന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു നടപടി വന്നാൽ, ശശി തരൂർ ആഗ്രഹിക്കുന്നത് നടപടിയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. നടപടി വന്നാൽ തരൂരിന് രക്തസാക്ഷി പരിവേഷം ലഭിക്കുമെന്ന ഒരാശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അങ്ങനെയെങ്കിൽ നടപടിയെടുത്താൽ തൊട്ടു പിന്നാലെ തന്നെ ശശി തരൂർ മറ്റേതെങ്കിലും പാളയത്തിൽ അഭയം തേടാനുള്ള സാധ്യത കൂടി, ഒരു രാഷ്ട്രീയ അഭയം തേടാനുള്ള സാധ്യത കൂടി കോൺഗ്രസ് നേതൃത്വം കാണുന്നു. അതുകൊണ്ട് കോൺഗ്രസിന്റെ ചെലവിൽ ഒരു രക്തസാക്ഷി പരിവേഷം ശശി തരൂരിനോട് കൊടുക്കേണ്ടതില്ല എന്ന ഒരു അഭിപ്രായം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു നടപടിയിലേക്ക് പൊടുന്നനെ കടക്കാത്തത്. ഇപ്പോൾ പാർലമെന്ററി കാര്യ സമിതിയുടെ ചെയർമാനാണ്, പ്രവർത്തക സമിതി അംഗമാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ ശശി തരൂരിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ എടുത്തു മാറ്റി ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്തു കഴിഞ്ഞാൽ തന്നെ തരൂരിന് കൃത്യമായ ഒരു മുന്നറിയിപ്പായിരിക്കും. അത് മാത്രവുമല്ല, മറ്റു നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊക്കെ അച്ചടക്കം പാലിച്ചു പോകണം എന്നതിനെക്കുറിച്ച് തരൂരിന് എതിരെയുള്ള നടപടി ഒരു മാതൃകയാകും എന്ന് അഭിപ്രായപ്പെടുന്നവർ കോൺഗ്രസിനകത്ത് ഏറെയുണ്ട്. പക്ഷേ ചിലർ തരൂരിനെതിരെ നടപടി വേണ്ട, അവഗണിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് അഭിപ്രായപ്പെടുന്നവരും. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ തരൂർ ഏത് തരത്തിലാണ് പ്രതികരിക്കുക, എന്തൊക്കെ സ്തുതിഗീതങ്ങൾ പാടും എന്നത് കാത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസിനകത്ത് തരൂരുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ആ ചർച്ചകൾ നടക്കും. കൂടുതൽ നേതാക്കൾ പരസ്യമായി തരൂരിനെ വിമർശിച്ച് രംഗത്ത് വരുമോ എന്നതും നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. തീർച്ചയായും നമുക്ക് കാത്തിരിക്കാം. ഈ ചർച്ചകൾ നടക്കട്ടെ, അതിനൊടുക്കം ഒരു തീരുമാനമുണ്ടാകുമോ എന്ന് നോക്കിക്കാണാം. എന്തായാലും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഈ പാർട്ടിക്കകത്തു നിന്നുള്ള അമർഷം അത് കൂടാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുകയാണ്. അപ്പോൾ നമുക്കൊരു ഇടവേളയെടുത്ത്